മെസ്സിയുടെ കേരള സന്ദർശനത്തിൽ സ്പോൺസറുടെ ഫൗൾ പ്ലേ ആണ് ഇന്ന് വ്യക്തമായത്. നവംബറിൽ അർജന്റീന എത്തില്ല എന്ന് ഉറപ്പാകുന്നു. ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ വീഴ്ച വരുത്തിയ സ്പോൺസർ സന്ദർശനം മുടങ്ങിയതോടെ ഫിഫയെ പഴിചാരി തടിയൂരാൻ ശ്രമിക്കുകയാണ്. ഫിഫ വിൻഡോയിലുള്ള മാച്ച് ഫിഫ അപ്രൂവൽ ഇല്ലാതെ നടക്കില്ല. ആ ഫിഫ അപ്രൂവൽ നടക്കില്ല എന്നുള്ളത് മാത്രമല്ല, ഫിഫ അപ്രൂവൽ എടുക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട്. ആ ഫിഫ അപ്രൂവൽ കിട്ടുന്ന രീതിയിൽ കളി നടക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. സർക്കാർ വളരെ സീരിയസ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അത്രയും മുതൽ മുടക്ക് മുടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇത് പറയുന്നത് എന്താണ്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ മെസ്സി തീരുമാനിച്ചു, അർജന്റീന തീരുമാനിച്ചു, അർജന്റീന മാധ്യമങ്ങൾ അങ്ങനെ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഈ സമയം വരെ ഫിഫേന്റെ വാക്ക് ഉണ്ടിയിട്ടില്ല. ഈ സമയം വരെ വേണ്ടിയിട്ടില്ല. ഫിഫ അനുമതി നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അനുമതി കിട്ടുന്ന സമയത്ത് കളിക്കും. നവംബർ മാസത്തിലെ കളിക്ക് ഫിഫ അനുമതി നൽകിയിട്ടില്ല. പക്ഷെ മാർച്ച് മാസത്തിലെ വിൻഡോയ്ക്കുള്ള ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്ന പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് അനൗൺസ് ചെയ്യും. മെസ്സി വരാത്തതിന് ദുർബല വാദങ്ങൾ നിരത്തുന്ന ഈ സ്പോൺസർ ആൻഡോ അഗസ്റ്റിൻ അടുത്ത ഓഫറുമായി രംഗത്ത് വരികയായിരുന്നു. ഇന്ന് പുതിയ വാഗ്ദാനം അടുത്ത മാർച്ചാണ്. അല്ല, ഞാൻ പറയുന്നറിയോ, മാർച്ച് വിൻഡോയിൽ കളി നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അത് നിങ്ങളെടുക്കണ്ട. അല്ല, അടുത്ത വിൻഡോ, അതുകൊണ്ടാണ് നമ്മൾ അടുത്ത വിൻഡോ, ഈ വിൻഡോയിൽ ഫിഫ അനുമതി കിട്ടി അടുത്ത വിൻഡോയിൽ കളിക്കുക. ഇതിവിടെ ഗോട്ടി കളിക്കുകയല്ല, ഇവിടെ ഇന്റർനാഷണൽ മാച്ച് കളിക്കുകയാണ്. ആ മാച്ച് കളിക്കാനുള്ള മാച്ച് കളിപ്പിക്കാൻ വേണ്ടി ഒരു സ്റ്റേഡിയം റീവാമ്പ് ചെയ്ത് അതിന്റെ അപ്രൂവൽ എടുത്ത് അവരുടെ ഫിഫ വിൻഡോയിൽ അപ്രൂവൽ എടുത്ത് ആ ടീമിനെ അലോക്കേറ്റ് ചെയ്ത് ആ ടീമിനോട് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത വിൻഡോയ്ക്ക് AFA തീരുമാനിക്കാമെന്ന് പറഞ്ഞാൽ അടുത്ത വിൻഡോയിൽ തീരുമാനിക്കും. വാർത്താ സമ്മേളനം നടത്തിയ സ്പോൺസർ ആവർത്തിച്ച് പഴിക്കുന്നത് മാധ്യമങ്ങളെയാണ്. എന്നാൽ മെസ്സി 2025 ഒക്ടോബറോ നവംബറോ എത്തും കേരളത്തിലേക്ക് എന്ന് മുൻപ് പറഞ്ഞത് മാധ്യമങ്ങളായിരുന്നില്ല, സ്പോൺസറാണ് പറഞ്ഞത്. ആ പ്രതികരണം വീണ്ടും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾ ആരെങ്കിലും ഉണ്ടോ? പോയി ഡിസ്കസ് ചെയ്തിട്ട് ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾ ഇത്ര കൂടെ പൈസ അടച്ചോ, ഞങ്ങൾ അർജന്റീന, അതിനൊന്നും ആരും ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ലല്ലോ. ആ ഇനിഷ്യേറ്റീവ് ഒന്നും ആവില്ല. അതിന് ഇനിഷ്യേറ്റീവിൻ്റെ ആവശ്യം നമ്മുടെ ഇല്ല താനും. അതിൻ്റെ ആവശ്യമുണ്ടെന്നും പറയുന്നില്ല. പക്ഷേ എന്താണ്, പൈസ കൊടുത്ത ആൾക്കാർക്കും അത് കിട്ടിയ ആൾക്കാർക്കും അത് വാങ്ങിയ ആൾക്കാർക്കും എല്ലാം ഇതിന് ധാരണയുണ്ട്. അർജന്റീന ടീം വരുന്നുണ്ടെങ്കിൽ ഈ 2025 ഒക്ടോബർ നവംബറിൽ വരും. അത് കഴിഞ്ഞ് വരണമെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതൊരു കലാലംഘനമാണ്. റിപ്പോർട്ടർ ടീമിനെ സംബന്ധിച്ചിടത്തോളം മെസ്സി വരാനും അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം കഷ്ടപ്പാട് നമ്മൾ നടത്തും, മാക്സിമം എഫേർട്ട് നമ്മൾ എടുത്തും, നല്ല രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. ഇനി അതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല. പൈസ മേടിച്ചിട്ട് നമ്മൾ കബളിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതുമായി മുന്നോട്ട് പോകും. TS ഹരീഷ് വിവരങ്ങളുമായി ചേർന്നിട്ട്. ഹരി, ഈ ഫുട്ബോൾ ആരാധകരുടെ ഫുട്ബോൾ പ്രേമത്തെ, മെസ്സി പ്രേമത്തെ ചൂഷണം ചെയ്യുകയാണോ? 2025 നവംബറിൽ തന്നെ ലയണൽ മെസ്സി വരുമെന്നാണ് മുമ്പ് മാധ്യമങ്ങളോട് ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞത്, സ്പോൺസർ പറഞ്ഞത്. എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിന്റെ മാധ്യമ സ്ഥാപനത്തിലൂടെ തന്നെ നവംബർ 17 കേരളത്തിലെ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അർജന്റീനൻ ടീമും ലയണൽ മെസ്സിയും പന്ത് തട്ടുമെന്ന് പ്രഖ്യാപിച്ചതും അദ്ദേഹം തന്നെയാണ്. അതൊന്നും മാധ്യമങ്ങളല്ല. അങ്ങനെ സ്പോൺസർ ഇത്തരത്തിലൊരു പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി അതിനുശേഷം ഒടുവിൽ എല്ലാ മാധ്യമങ്ങളെ പഴിചാരുന്ന ഒരു സ്ഥിതിയാണ് സ്പോൺസർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇനി നടക്കാനുള്ള ഒരു ആശങ്ക, ഇനി വരാനിരിക്കുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത്, അന്ന് ഈ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ വന്ന് പന്ത് തട്ടുകയാണെങ്കിൽ അത് അവർക്ക് തന്നെയാണ് നല്ലത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ മാർച്ചിലേക്ക് ഇനി കൊണ്ടുവരും എന്നുള്ള ഒരു വാഗ്ദാനം, പുതിയ വാഗ്ദാനവുമായി സ്പോൺസർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. ഇനി അത് എത്രത്തോളം സാധ്യമാകുമെന്നാണ് നമുക്കറിയേണ്ടത്. പക്ഷേ നമ്മൾ നേരത്തെ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, അർജന്റീനൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ചും സ്പോർട്സ് മാധ്യമങ്ങളെ ഉദ്ധരിച്ചും നമുക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നവംബർ 17 കേരളത്തിൽ ഒരു ഫുട്ബോൾ മത്സരം, അതും അർജന്റീനയുടെ ഫുട്ബോൾ മത്സരം നടത്താൻ പ്രായോഗികമായി തടസ്സങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇനിയുള്ളത് 4-5 മാസം, ഇനി മാർച്ചിന് സമയമുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുമെന്നാണ് സ്പോൺസറുടെ പുതിയ വാഗ്ദാനം.